അപ്പോൾ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളെ ആരോഗ്യ ഇൻഷുറൻസ് സ്റ്റാർട്ടാവുകയാണ്. ഒരു മാസക്കാലം ഉണ്ടാവും അതിൽ ജോയിൻ ചെയ്യാനുള്ള സമയം. അപ്പോൾ ഈ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ എല്ലാവരും പ്രവാസികളായിട്ടുള്ള എല്ലാവർക്കും ഹെൽത്ത് ഇൻഷുറൻസിൽ എൻറോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമാണ് ഇന്ന് മുതൽ സ്റ്റാർട്ടായിട്ടുള്ളത്. ഓഗസ്റ്റ് 18 മുതൽ സെപ്റ്റംബർ 18 വരെയാണ് ഉണ്ടാവുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഹെൽത്ത് ഇൻഷുറൻസിൽ ചേരണമെങ്കിൽ നിങ്ങൾക്ക് നോർക്കൻ്റെ ID കാർഡ് ഉണ്ടായിരിക്കണം. നോർക്കൻ്റെ ID കാർഡ് ഉള്ള ആളുകൾക്ക് മാത്രമാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസിൽ ചേരാൻ പറ്റുക. ക്ഷേമനിധി ചേർന്നെന്ന് വിചാരിച്ചിട്ട് നോർക്കൻ്റെ ID കാർഡ് ഉണ്ടാവില്ല. നോർക്കൻ്റെ ID കാർഡ് ഉണ്ടാക്കി എന്ന് വിചാരിച്ചിട്ട് ക്ഷേമനിധിയും ഉണ്ടാവില്ല. ഇത് രണ്ടാണ് എന്ന് തന്നെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകണം. രണ്ടിലും ജോയിൻ ചെയ്ത ആൾക്കാർക്ക് രണ്ടും ഉണ്ടാവും. ഏതെങ്കിലും ഒന്നിലാണോ ജോയിൻ ചെയ്തെങ്കിൽ ഒന്ന് മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ നോർക്കൻ്റെ ID കാർഡ് ഉള്ള ആളുകൾ ാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസിൽ ചേരാൻ പറ്റുക. അതില്ലാത്ത ആളുകൾ എന്ത് ചെയ്യുക, നോർക്കൻ്റെ ID കാർഡ് അപേക്ഷ കൊടുത്ത് ഉണ്ടാക്കുക. നിലവിൽ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ 2, 3, 4 ദിവസം 5 ദിവസത്തിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും പുതിയ നോർക്ക ID കാർഡ് ജനറേറ്റായി വരുന്നുണ്ട്. അപ്പം ആ നോർക്കൻ്റെ ID കാർഡിന് വേണ്ട രേഖകൾ നിങ്ങളെ പാസ്പോർട്ടിൻ്റെ ഫസ്റ്റ് പേജ്, ലാസ്റ്റ് പേജ്, പിന്നെ നിങ്ങൾ ഇക്കാമൻ്റെ എമിറേറ്റ്സ് ID ആണെങ്കിൽ അത്, അതേപോലെ തന്നെ നാട്ടിൽ നിങ്ങൾ നോമിനിയായിട്ട് ചേരേണ്ടത് ആരാണോ അവരുടെ ആധാർ കാർഡ് 2 സൈഡും, അതേപോലെ നിങ്ങളെ സ്വന്തം ആധാർ കാർഡിൻ്റെ 2 സൈഡും, അതേപോലെ നിങ്ങളൊരു ഫോട്ടോ, ഒരു ഒപ്പ്, നാട്ടിലെ മൊബൈൽ നമ്പർ OTPക്ക് വേണ്ടി, അതേപോലെ തന്നെ ഒരു ഇമെയിൽ ID. ഇത്രയാണ് നോർക്കൻ്റെ ID കാർഡ് ഉണ്ടാക്കാൻ വേണ്ടുന്ന രേഖകൾ. ഈ നോർക്കൻ്റെ ID കാർഡ് ഉള്ള ആളുകൾക്കൊക്കെ ഇന്ന് മുതൽ ഹെൽത്ത് ഇൻഷുറൻസിൽ ജോയിൻ ചെയ്യാം. നിങ്ങളുടെ ഫാമിലിക്ക്, അതായത് നിങ്ങൾക്കും നിങ്ങളുടെ വൈഫിനും നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ ഉപ്പാക്കും നിങ്ങളുടെ ഉമ്മാക്കും ആണ് ഈ ഹെൽത്ത് ഇൻഷുറൻസിൽ ജോയിൻ ചെയ്യാൻ പറ്റുക. ഇനി സ്വന്തമായിട്ടും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക. ഭാര്യയ്ക്കും ഭർത്താവിനും മാത്രം ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക. ഭാര്യയ്ക്കും ഭർത്താവിനും കുട്ടികൾക്കും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക. ഇനി പിന്നെ സ്വന്തം മകനും അതേപോലെ തന്നെ ഉപ്പാക്കും ഉമ്മാക്കും അങ്ങനെ എടുക്കുക. എങ്ങനെ വേണമെങ്കിലും ഈ ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്തെടുക്കാവുന്നതാണ്. നിലവിൽ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചെയ്തത് നോക്കുമ്പോൾ നല്ല രീതിയിലാണ് ഹെൽത്ത് ഇൻഷുറൻസ് മുന്നോട്ട് പോകുന്നത്. ക്ലെയിമുകളൊക്കെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചെയ്തു കൊടുത്ത ആളുകൾക്കൊക്കെ ക്ലെയിം കിട്ടിയതായിട്ടുള്ള അറിയിപ്പുകൾ അവർ നമ്മളെ വാട്സപ്പിലും ഫേസ്ബുക്കിലും അതേപോലെ തന്നെ നേരിട്ടും കോൾ ചെയ്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അവർ ഓപ്പറേഷന് പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റൊക്കെ അവർ നമ്മളെ വിളിച്ചറിയിച്ചിട്ടുണ്ട്. അപ്പം നിലവിൽ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഈ അവസരം നിങ്ങൾ വിനിയോഗിക്കുക, മുതലാക്കുക എന്ന് തന്നെ പറയാൻ പറ്റും. അതായത് നിങ്ങളെ വയസ്സായിട്ടുള്ള അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഈ ഇൻഷുറൻസിൽ ചേരാൻ പറ്റുക എന്നുള്ളത് ഒരു നല്ല ഭാഗ്യമാണ്. 80 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ ഹെൽത്ത് ഇൻഷുറൻസിൽ ചേരാൻ പറ്റും. നാട്ടിലുള്ള ആളുകൾക്ക്, പ്രവാസിയായിട്ടുള്ള ആൾക്ക് 70 വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് ഹെൽത്ത് ഇൻഷുറൻസിൽ ചേരാൻ പറ്റുക. നിങ്ങളെ ഫാമിലിയിൽപ്പെട്ട ആളുകൾക്ക് 80 വയസ്സ് വരെ ഇതിൽ ചേരാം. 5 ലക്ഷം മുതൽ 10 ലക്ഷം, 1 കോടി വരെ ആണ് ഇതിൻ്റെ കവറേജ് വരുന്നത്. അപ്പോൾ 5 ലക്ഷം രൂപ മുതൽ 10, 15, 20 അങ്ങനെ പോകും. അങ്ങനെ 1 കോടി വരെയാണ് ഇൻഷുറൻസ് തുകയായിട്ട് ലഭിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് നമ്മുടെ പ്രീമിയത്തിൽ വ്യത്യാസം വരും. 5 ലക്ഷത്തിൻ്റെ പ്രീമിയം ആയിരിക്കില്ല 10 ലക്ഷത്തിന് വരിക. അതേപോലെ അത് എല്ലാ വർഷവും നമ്മൾ അടക്കുകയും വേണം, എല്ലാ വർഷവും പുതുക്കുകയും വേണം. ഒരു വർഷം നമ്മൾ പുതുക്കാതെ പോവുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ആ ഇൻഷുറൻസ് കവറേജ് കിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഒരു വർഷം ചേർന്നാൽ പിന്നെ അത് ആജീവനാന്തമായിട്ടല്ല വരുന്നത് എന്ന് മനസ്സിലാക്കുക. എല്ലാ വർഷവും അതേ സമയത്ത് ആ കാലഘട്ടങ്ങളിൽ അതിന് റിന്യൂവലിൻ്റെ സൈറ്റ് ഓപ്പണായിട്ട് വരും. അതിൽ നിങ്ങൾ വീണ്ടും പേയ്മെൻറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം. നമുക്ക് അസുഖമുണ്ടായാലും അസുഖമില്ലെങ്കിലും നമ്മൾ ആ ഹെൽത്ത് ഇൻഷുറൻസ് റിന്യൂ ചെയ്ത് പോകണം, നമുക്ക് ബെനിഫിറ്റുകൾ കിട്ടണമെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് ആ ചേർന്ന വർഷത്തിലുള്ള ബെനിഫിറ്റ് മാത്രമേ കിട്ടുകയുള്ളൂ എന്നുള്ളതും മനസ്സിലാക്കുക. ഓക്കെ, എന്നായിക്കോട്ടെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.